മനോഭാവമാണ് ഈ സർക്കാരിലുള്ളത്. പിണറായി സഖാവിനല്ലാതെ മറ്റാർക്കും ആ ധൈര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും. പിണറായിക്കറിയാം ഇത്തവണ പൂരം കലക്കിയാൽ അതിന്റെ ഗുണഭോക്താവ് RSS ആണ് എന്ന്. തൃശൂരിനെ സാംസ്കാരികമായും മതപരമായും ഒന്നിപ്പിക്കുന്ന തൃശൂർ പൂരം കലങ്ങിയാൽ അത് അവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് വേദനയാകും. അതറിയാവുന്ന ആളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് പൂരം കലക്കാൻ പിണറായി സഖാവ് പറഞ്ഞുവിട്ടത് സ്വന്തം പോലീസുകാരെയാണ്. പോലീസുകാരുടെ വേഷത്തിലാണ് ഈ പൂരം കലക്കൽ നടന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തൃശൂരിന്റെ വികാരം സർക്കാരിനെതിരാവും. വിഷയം പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും പോലീസ് എത്താതെ മാറി നിന്നിടത്ത് പ്രശ്ന പരിഹാരത്തിനായി നിമിഷ നേരം കൊണ്ടെത്തിയത് സാക്ഷാൽ സുരേഷ് ഗോപിയാണ് എന്നും നിങ്ങൾ ഓർക്കണം. തൃശൂരിന്റെ രക്ഷകനായി അവതരിച്ച സുരേഷ് ഗോപിക്ക് ഉറപ്പായും ജനം വോട്ട് ചെയ്യും. ഇതറിയാവുന്ന നേതാക്കന്മാരൊക്കെ തന്നെയാണ് CPM-ലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അന്തർധാര സജീവമാണെന്ന്. ഈ വാദം തെളിയിക്കാൻ ഉപോത്ബല